ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രോമിസ് ഓഫ് ദി ഡേ എന്ന പ്രഭാത ബൈബിൾ ധ്യാനത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ബലപ്പെടുത്തുകയും പുതിയ ചിന്തകളാൽ ദൈവം നമ്മെ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. റോബർട്ട്സൺ ബ്രൗൺ എന്ന അമേരിക്കൻ വനിത പറഞ്ഞ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: നിരാശകൾ ജീവിതത്തിൽ അനിവാര്യമാണ്. വേദന നമ്മുടെ കൂടെ പിറപ്പാണ്. ദുഃഖം നമുക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ട ഒന്നല്ല. ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ അനുഭവ സമ്പന്നരാക്കും. ഓരോ ദുഃഖങ്ങളും നമ്മെ അനുഭവ സമ്പന്നരാക്കാൻ പ്രാപ്തിപ്പെടുത്തുന്നതാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ ആ നല്ല പ്രവൃത്തികൾക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നല്ല പ്രവൃത്തികൾക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തുക. ഇത് പറയുന്നതായിട്ടുള്ള സന്ദർഭം ഒരുപക്ഷെ നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. യെരുശലേം ദൈവാലയത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ നെഹമ്യാവ് ശൂശാൻ രാജധാനിയിലിരുന്ന് കരയുകയും ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് മധ്യസ്ഥയെയും ചെയ്തതായിട്ടുള്ള അനുഭവങ്ങൾ ഈ 1-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 2-ാം അധ്യായത്തിലും നമ്മൾ കാണുകയാണ്. രാജാവിൻ്റെ പെർമിഷനോടുകൂടെ യെരുശലേം പട്ടണത്തിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയതായിട്ടുള്ള നെഹമ്യാവ് തൻ്റെ കൂടെയുള്ള ആളുകളെ എല്ലാം വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ കൈ ഈ നെഹമ്യാവിന് അനുകൂലമായിരുന്നതും രാജാവ് തന്നോട് കൽപ്പിച്ചതായിട്ടുള്ള വാക്കുകളുമെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ഈ ഇടിഞ്ഞു കിടക്കുന്ന അപമാനകരമാക്കി ആയിരിക്കുന്ന യെരുശലേം നഗരത്തിൻ്റെ മതിലുകൾ പണിതുയർത്താനായിട്ട് കഴിയും എന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവുകയും പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രവൃത്തിക്കായി ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ബോധിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്നാപാത്രങ്ങളായി ദൈവത്തിൻ്റെ മക്കൾ തീരത്തക്ക വിധത്തിൽ നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലെ യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടന്നതുപോലുള്ള ഒരവസ്ഥയിലൂടെ ഇന്ന് ദൈവസഭ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ അപമാനകരമായ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ മാറാനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അന്യോന്യം പ്രോത്സാഹിപ്പിച്ച് ഈ ശൂന്യാവസ്ഥകളെ പണിതുയർത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് നൽകുന്ന ഒത്തിരി സന്ദേശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ അന്യോന്യം ധൈര്യപ്പെടുത്താനായിട്ട് കഴിയുന്നത്? ഒന്ന്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, പിന്നെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും നമുക്ക് അന്യോന്യം ധൈര്യപ്പെടുത്തുവാനായിട്ട് കഴിയും. ചിലരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയാം, കൂർത്ത അമ്പുകൾ പോലെയാണ് മനസ്സിനകത്ത് കൊള്ളുന്നത്. അത് നമ്മളെ മുറിപ്പെടുത്തുക തന്നെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ നമുക്ക് ഉണർത്താനും പരസ്പരം അന്യോന്യം നമുക്ക് ധൈര്യപ്പെടുത്താനും കഴിയുള്ളൂ. നമ്മൾ യേശു ക്രിസ്തുവിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് താങ്ങുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവമാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ
പത്രോസും കൂട്ടരും ഒക്കെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശരായിട്ട് വള്ളവും വലയും കരയ്ക്കടുപ്പിക്കുന്ന അനുഭവം വിശദീകരിക്കുകയാണ്. യേശു പത്രോസിനോട് പറയുന്ന ഒരു വാക്ക് എന്താണ്? നീ കുറേ കൂടി ആഴത്തിലേക്ക് ഇറങ്ങി കടലിൻ്റെ വലതു ഭാഗത്ത് വല വീശുവാൻ പറയുകയാണ്. ഞാൻ അവിടെ ചിന്തിക്കുന്ന ഒരു സംഗതി, പത്രോസിനെ യേശു ക്രിസ്തു നിരുത്സാഹപ്പെടുത്തുകയല്ല. തൻ്റെ അധ്വാനത്തിൽ ഒന്നും കിട്ടാതെ വിഷമിച്ചു വരുന്ന പത്രോസിനെ യേശു കർത്താവ് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ നൽകി ധൈര്യപ്പെടുത്തുകയാണ്. പത്രോസേ, നീ വീണ്ടും വല ഇറക്കുക. നീ നിരാശയോടുകൂടി കരയ്ക്ക് വള്ളവും വലയും അടുപ്പിക്കേണ്ട. നീ ഒന്നുകൂടി വല ഇറക്കെന്ന് പറഞ്ഞ് കർത്താവ് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പത്രോസ് പറയുന്നത്, നിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം അത് പൊട്ടിച്ച് സ്തോത്രം യേശുവിൻ്റെ തലയിൽ ഒഴിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, വെറും ചെലവ് എന്തിനാണ്? പക്ഷെ കർത്താവ് അവരെ ശാസിച്ചിട്ട് ആ സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവലെങ്കൽ നല്ല പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രവൃത്തികൾക്കായി അന്യോന്യം നമുക്ക് ധൈര്യപ്പെടുത്താം. നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ധൈര്യപ്പെടുത്താം. നമ്മുടെ വിശ്വാസികളിൽ തളർന്നിരിക്കുന്നവരെ നമുക്ക് ധൈര്യപ്പെടുത്താം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങുവാനായി ശിഷ്യത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ അറിഞ്ഞിട്ട് മറ്റുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കാൻ, ഞങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും ഉത്തേജനവും നൽകുന്നതായിരിക്കാൻ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും ദൈവമേ നിരാശയോടുകൂടി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കണമേ. പിൻപിലുള്ള പരാജയങ്ങളെ നോക്കാതെ മുൻപിലുള്ള ദൈവത്തിൻ്റെ വലിയ രക്ഷയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ ദൈവം സഹായിക്കണമേ. അവിടെ നിങ്ങളുടെ മക്കളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, ആശ്വാസങ്ങൾ നൽകുന്നതിനായി നന്ദി, ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയനച്ചൻ.